കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ച ആ ഫ്രെയിമിൻ്റെ ഫൈനൽ റിസൾട്ടാണ് ട്ടോ ഞാൻ കാണിക്കാൻ പോണത്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ റെസിൻ ഒഴിക്കുമ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടെ റെസിൻ ഇങ്ങനെ ഫ്ലോ ചെയ്യും. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്രെയിമും ഒന്ന് പറ്റി പിടിക്കാണ്ടിരിക്കാനായിട്ട് ഞാൻ ഇതേപോലെ പേപ്പർ ടേപ്പാണ് ട്ടോ യൂസ് ചെയ്യാറ്. അപ്പോൾ ഇതും കൂടെ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഫിനിഷായിട്ട് നല്ല സൈഡൊക്കെ കിട്ടും കേട്ടോ. ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇതിൽ റോസും പിന്നെ ലോട്ടസും ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ലോട്ടസ് കുറച്ച് മതി എന്ന് പറഞ്ഞപ്പോൾ ലോട്ടസ് കുറച്ചൊക്കെ അതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടാണ് ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്ന് വേഗം പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടിലൊരു പേപ്പറൊക്കെ വെച്ചിട്ട് കവർ ചെയ്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ബബിൾ റാപ്പൊക്കെ വെച്ച് നല്ല ടൈറ്റായിട്ട് പാക്ക് ചെയ്തിട്ടാണ് ഞാൻ വിടാറ്. അപ്പോൾ ഇതുപോലെ എത്ര ഡ്രൈ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണെങ്കിലും ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണെങ്കിലും നമുക്ക് പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവർ കിട്ടുമ്പോൾ നമ്മളത് സിലിക്കയിലിട്ട് ഡ്രൈ ചെയ്തിട്ടാണ് ഇതിൽ യൂസ് ആക്കാറ് കേട്ടോ. അപ്പോൾ അതേപോലെയൊക്കെയാണ് ഞാൻ ചെയ്യാറ്. ഇതിപ്പോൾ ഞാൻ രാവിലെ തന്നെയാണ് കേട്ടോ പാക്ക് ചെയ്യാനിരിക്കുന്നത്. അപ്പോൾ ഒരു 3 ബോക്സ് എനിക്ക് പാക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കുറച്ച് പാക്കിംഗ് എന്ന് പറയുകയാണെങ്കിൽ അത്യാവശ്യം പണിയുള്ളൊരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പാക്കിങ്ങൊക്കെ കഴിഞ്ഞ് ടാപ്പൊക്കെ നല്ല പോലെ സെക്യൂറായിട്ടാണ് ഞാൻ വെക്കാറ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതുപോലത്തെ ഈ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടാണ് ഞാൻ അയക്കാറ്. അപ്പോൾ കുറച്ചും കൂടെ സേഫായിട്ട് എത്തിക്കാൻ പറ്റും കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവരുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം എഴുതി കഴിഞ്ഞിട്ട് പാക്കിങ്ങൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്യാനായിട്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.